ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യർസുസു ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സ് നെക്സ്റ്റ് വീക്കിൽ കുറേ വരാനുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അഗ്ലോണിമയുടെ പുതിയ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് കുറച്ച് വന്നിട്ടുണ്ട്. അഡീനിയാണ് കുറച്ച് വന്നിട്ടുള്ളത്. ബാക്കി മറ്റ് പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അഡീനിയം പ്ലാന്റ്സ് ഒക്കെ ഡബിൾ പെറ്റലാണ്. സിംഗിൾ പെറ്റൽ ഒരു വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ ഡബിൾ പെറ്റലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഏതൊക്കെയെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സൈസ് ഇതാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഒരു സൈസാണ് കേട്ടോ ഉണ്ടാവുക. ചിലതൊക്കെ കുറച്ചുകൂടി നല്ല നീളമുണ്ട്, പിന്നെ സൈസുകളുണ്ട്. അപ്പോൾ ഈ നമ്പർ പറയാൻ ഞാൻ ജസ്റ്റ് 237. ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം, കണ്ടില്ലേ? 237 ആണ് കേട്ടോ അത്. പിന്നെ ഉള്ളത് 231 ആണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും കണ്ടോ. ഈ 231ൻ്റെ സൈസാണ് കേട്ടോ അത്. ഇതിൻ്റെ ഫ്ലവറും നിങ്ങൾക്ക് മുകളിൽ കാണാം ഏതാണെന്നുള്ളത്. പിന്നെ ഉള്ളത് 145 ആണ് കേട്ടോ, കണ്ടില്ലേ? ഇതാണ് കേട്ടോ അതിൻ്റെ സൈസ്. ഇതും നിങ്ങൾക്ക് ഫ്ലവർ കാണാം, സ്ക്രീനിൽ കാണുന്നുണ്ടാവും. പിന്നെ ഉള്ളത് 191 ആണ്, കണ്ടില്ലേ? ഇതാണ് കേട്ടോ സൈസ് വരുന്നത്. പിന്നുള്ളത് 968, ഇതാണ് സൈസ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ഫ്ലവറും വ്യത്യസ്തമാണ്, നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ ഉള്ളത് 942 ആണ് കേട്ടോ. 942 ഇതാണ് കേട്ടോ സൈസ് വരുന്നത്. പിന്നെ ഉള്ളത് 902 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഓരോന്നിനുള്ളത്. ഡബിൾ പെറ്റലായതുകൊണ്ട് തന്നെ അതിന് സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പിന്നെ ഒരു ലാസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ, 960 കേട്ടോ, 961. ഇതിൻ്റെ ഫ്ലവർ ഇതിൽ തന്നെ ഉണ്ട്, കണ്ടില്ലേ? 2 ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഫ്ലവർ. ഈ ഒരു വൈറ്റ് ഇവിടെ കലർന്ന് വരും കേട്ടോ. ഇത് ചെറിയ ചെടി അതിനെക്കൊണ്ടാണ്, ചെറിയ ഫ്ലവറും അതിനെക്കൊണ്ടാണ് ഇങ്ങനെ. ഈ ഒരു വൈറ്റും ഈ ഒരു പിങ്കും കലർന്നിട്ടുള്ള, പിങ്കല്ല ഒരു മജന്ത, നല്ല കളറാണ്, കലർന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. 2 മുട്ടലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ സൈസ്. ഇപ്പോൾ റേറ്റ് വരുന്നത് 250, 350 ആണ് കേട്ടോ. നല്ല ഫ്ലവേഴ്സിനൊക്കെ 350 ഉണ്ട്, എല്ലാത്തിനൊക്കെ 250 ആണ്. പിന്നെ സിംഗിൾ പെറ്റലിൻ്റെ ഫ്ലവർ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ വീണതാണ് ഇതിമൊന്നും, കണ്ടില്ല? ഈ ഒരു ഫ്ലവറാണ്. ഇതിന് 100 റുപ്പീസേ ഉള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ സിംഗിൾ പെറ്റലാണിത്. പിന്നെ ഫ്ലവറിങ് പ്ലാന്റ്സിലുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് കേട്ടോ. കുറേ ഉണ്ട്, പക്ഷേ ഫ്ലവർ ഏതാണെന്ന് അറിയാത്തതിനെ കൊണ്ട് ഞാൻ സെയിൽ ചെയ്യാത്തത്. ഇപ്പോൾ ഫ്ലവർ ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു കളറ് 60 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോട്ടിന്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്, ഒരു മഴവിലിൻ്റെ പോലെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആട്ടത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇത് 60 റുപ്പീസാണ് കേട്ടോ. പിന്നെ ബോഗൺവില്ല നമ്മൾ ഹൈബ്രിഡ് ഇപ്പോഴത്തെ വെറൈറ്റീസ് ഒന്നുമല്ല, സാധാരണ നോർമലാണ് കേട്ടോ. അപ്പോൾ തീരെ വീട്ടിൽ ചെടികളൊന്നും ഇല്ലാത്ത, ഒരു ഗാർഡനൊന്നും ഇല്ലാത്തവർക്കൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് ഒരു റെഡിയാക്കാനൊക്കെ നല്ല ഫ്ലവർ മുറ്റത്ത് കാണാനും വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് വാങ്ങി വെക്കാം. കാരണം 60 റുപ്പീസ് 50 റുപ്പീസൊക്കെ ഉള്ളൂ ഇതിന്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള ബോഗൺവില്ലാണ്. പിന്നെ ഉള്ളത് ഔട്ട്ഡോറിൽ ഇങ്ങനത്തെ ചെടികളാണ് കേട്ടോ. ഇത് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ വാങ്ങാം, നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് ഔട്ട്ഡോറിൽ വെക്കാം, നല്ല കളർഫുള്ളാണ് കാണാൻ. പിന്നെ കലാഞ്ചീൻ്റെ കുറേ തൈകളുണ്ട് കേട്ടോ. ഇതൊക്കെ നോർമൽ സാധാരണ കലാഞ്ചികളാണ് കേട്ടോ. 50 റുപ്പീസ് 40 റുപ്യ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. 50, 40 റുപ്പീസൊക്കെ ഉള്ളൂ, കണ്ടില്ലേ? ഇതിൻ്റെ ഫ്ലവർ കുറേ നിൽക്കും എന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, റെഡാണ് കേട്ടോ ഇതൊക്കെ. പിന്നുള്ളത് എപ്പീഷ്യ വെറൈറ്റി ആണ് കേട്ടോ. എപ്പീഷ്യ വെറൈറ്റി 10 വെറൈറ്റി അല്ലെങ്കിൽ 12 വെറൈറ്റി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കോംബോ 350 ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അല്ലെങ്കിൽ സിംഗിൾ ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടുന്നുള്ളൂ. മറ്റേതാകുമ്പോൾ 30 റുപ്യ വെച്ച് നമുക്ക് കിട്ടും. ഇതാണ് കേട്ടോ വയലറ്റ് കളറ് ഫ്ലവർ ഇടുന്ന ഒരു എപ്പീഷ്യ ആണ് കേട്ടോ. ഇത് വേറൊരു കളറാണ്. പിന്നുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ എപ്പീഷ്യ. ലീഫിലും വ്യത്യാസമുണ്ട്, കണ്ടില്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. പിന്നുള്ളത് യെല്ലോ ഫ്ലവർ ഇടുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? അങ്ങനെ 10 വെറൈറ്റീസോളം ഉണ്ട് കേട്ടോ എപ്പീഷ്യ. അപ്പോൾ അങ്ങനെ എപ്പീഷ്യ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാം. പിന്നെ ആന്തൂറിയത്തിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതിന് സിംഗിൾ ഷോട്ടിന് 150 ഒക്കെ റേറ്റ് ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഈ ഒരു കളറ് ആന്തൂറിയത്തിൻ്റെ ഫ്ലവറാണ് കേട്ടോ, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. നോർമലല്ല, ഹൈബ്രിഡ് ഇപ്പോഴത്തെ പുതിയ വെറൈറ്റീസാണ്. പിന്നെ വന്നിട്ടുള്ളത് ഫ്ലവറിങ് പ്ലാന്റിൽ വരുന്നത് വേരിഗേറ്റഡ് സൺഡേ മൺഡേ ആണ് കേട്ടോ. നമ്മൾ സാധാരണ സൺഡേ മൺഡേ ഗ്രീൻ ലീഫ് ആയിരിക്കും, ഇത് വേരിഗേറ്റഡ് ആണ്. ഫ്ലവർ ഇല്ലെങ്കിലും പ്ലാന്റ് കാണാൻ നമുക്ക് നല്ല ഭംഗിയായിരിക്കും, കണ്ടില്ലേ? അതിൻ്റെ തൈകളാണ് കേട്ടോ ഇതൊക്കെ അതിൻ്റെ തൈകളാണ് വേരിഗേറ്റഡിൻ്റെ
അതുപോലെ പിന്നെ ഉള്ളത് ഡെക്കോമ വൈറ്റിൻ്റെ വേരിഗേറ്റഡ് ആണ്. അതായത് ഡെക്കോമ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവറാണ്. അതിൻ്റെ വേരിഗേറ്റഡ് ആ ചെടീൻ്റെ ഇതിനൊക്കെ മറ്റേനാകുമ്പോൾ ഇവിടെ ഞാൻ കാണിച്ചുതരാം സാധാരണ പ്ലാന്റ്, അതിൻ്റെ വേരിഗേറ്റഡ് ആണിത്. അതുപോലെ പെട്രിയൻ്റെ വയലറ്റ് ആണ് കേട്ടോ. ഇതാണ് സൈസ് കാണിക്കാനാണ്. ഫ്ലവർ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും ഏതാ ഫ്ലവർ എന്നുള്ളത്. ഇതൊരു ക്രീപ്പറാണ്. ക്രീപ്പർ അല്ലാതെ നമുക്ക് ബുഷിയായിട്ട് വെട്ടി നിർത്താം. ഇത് വൈറ്റ് ആണ്, ഇത് പിന്നെ ബ്ലൂ ആണ് കേട്ടോ. പിന്നെ മണിമുല്ലൻ്റെ തൈകളുണ്ട്, കണ്ടില്ലേ മണിമുല്ല. പിന്നുള്ളത് ഇതാണ് പെട്രിയൻ്റെ ഒരു പിങ്കാണ് കേട്ടോ, അതിൻ്റെ സൈസാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് ജിമിക്കി കമ്മൽ എന്നാണ്. അതിൻ്റെയൊക്കെ ഫ്ലവർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ തയ്യാണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് ഗാർലിക് വൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റിൻ്റെ, അതിൻ്റെ തയ്യാണിത്. നല്ല ഭംഗിയാണ് ഗാർലിക് വൈൻ കാണാൻ, കണ്ടില്ലേ അതിൻ്റെ തയ്യാട്ടത്. പിന്നെ ഉള്ളത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയും. അതിൻ്റെ പിങ്കാണ് കേട്ടോ ഇത് കൈങ്ങമരത്തിലേക്ക് പടർന്നു പോയതാണ്. ഇതിൻ്റെ തൈകൾ കുറേ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. പിന്നെ ആന്തൂറിയത്തിൻ്റെ സാധാരണ നമ്മൾ പണ്ടത്തെ നോർമൽ വെറൈറ്റി ആണ് കേട്ടോ. ഇതിനൊക്കെ 90 റുപ്പീസേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ്. റെഡ് ഫ്ലവറാണ് കേട്ടോ ഇതിന് വരുന്നത്. ആന്തൂറിയത്തിൻ്റെ വലിയ സൈസാണ് കേട്ടോ, കണ്ടില്ലേ വലിയ സൈസാണ്. പിന്നെ ഉള്ളത് മെഡിനിലൻ്റെ ഈ ഒരു ഫ്ലവറാണ് കേട്ടോ, പിങ്ക്. നല്ല രസമാണ്. ഇതങ്ങനെ കൊലകൊലായിട്ടുണ്ടാവും. ഇതിൻ്റെ 60 റുപ്പീസിൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ബോഗൺവില്ല ഇപ്പോഴത്തെ വെറൈറ്റിയിൽ ഹൈബ്രിഡിൻ്റെ ഒരു പ്ലാന്റ് മാത്രം എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ളത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ, അതിൽ വേരിഗേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെയാണ് ആവശ്യമുള്ളതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.